എല്ലാവരും അമ്മയെ സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യാനേ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടും എങ്കിലും വളരെ മനോഹരമായിട്ടുള്ളൊരു വാൾ ഡെക്കറാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിൽസുകൾ വേസ്റ്റായിട്ട് നമ്മൾ കളയുന്നതാണ്. അത് ശേഖരിച്ചതാണ് ഞാനിത് തൊട്ട് നെയ്ബറിൻ്റെ അവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന് പല ഷേപ്പിൽ പല ഡിസൈനുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽസുകളാണ്. ഇതുപോലെ നമ്മൾ ഏറ്റവും മുകളിലത്തെ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് ഒരു 4-5 ആയിട്ട് സ്ട്രെയിറ്റ് കട്ട് ചെയ്ത് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് ആക്കി എടുക്കുകയാണ് ഈ ചെയ്യുന്നത്. ഷേപ്പ് ആക്കിയതിന് ശേഷം നമ്മളത് തിരിച്ച് വയ്ക്കും, അതായത് തിരിച്ചിടും. അതായത് ഇതിൻ്റെ മടക്ക് തിരിച്ചിടുമ്പോഴത്തേക്കാണ് അതായത് മുകളിലോട്ടിരിക്കും ഫ്ലവർ. അതിൻ്റെ ഒരു അടപ്പ് ഭാഗം മുകളിൽ ഇരിക്കത്തക്ക വിധത്തിൽ തിരിച്ചിടും നമ്മൾ. എന്നിട്ട് ഒരു 7 ഫ്ലവേഴ്സുകൾ ഇവിടെ റെഡിയാക്കി തിരിച്ചിട്ടുകൊണ്ട് അത് മുകളിലോട്ട് തന്നെ ഉയർന്നിരിക്കും. ഇനി അതിൽ ആ ഫ്ലവറിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തതിൽ ഞാനിവിടെ ചുറ്റും വൈറ്റ് കളറാണ് ചെയ്യുന്നത്. ഗോൾഡൻ കളർ വേണമെങ്കിലും ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ, യെല്ലോ കളർ ചെയ്യാം, ഇഷ്ടമുള്ള ചെയ്യാം. ഞാനിവിടെ വൈറ്റ് കളറാണ് അതിന് ചുറ്റും ചെയ്തിരിക്കുന്നത്. ഇനി ആ ഒരു ബോട്ടിലിൻ്റെ അടപ്പ് കവർ ചെയ്യത്തക്ക വിധത്തിൽ ഇതിപ്പം ഗ്ലിറ്റേർഡ് ആയിട്ടുള്ള ഫോം ഷീറ്റാണിത്. അതിൻ്റെ അളവ് എടുത്ത് ആ ഒരു അടപ്പിൻ്റെ അളവെടുത്ത് കറക്റ്റായിട്ട് അത് ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ച് അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗവും അതുപോലെ അടച്ചിരിക്കുകയാണ്. അതും നമ്മൾ അടപ്പിൻ്റെ അളവെടുത്തതിന് ശേഷം ആ ഒരു ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റ് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. അതിനിപ്പം ഓരോ ഇതളുകളും ഞാൻ അതുപോലെ തന്നെ യെല്ലോ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. വേണമെങ്കിൽ നമുക്ക് റെഡോ കുറച്ചും കൂടി ഡാർക്ക് കളർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഡാർക്ക് കളർ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ലൈറ്റ് കളർ കൊടുത്തുകൊണ്ട് ചെയ്യാം. ഇതിപ്പം ചുറ്റും ലൈറ്റ് കളർ ആയതുകൊണ്ട് സെൻറ്ററിൽ ഡാർക്ക് കളറാണ് കൊടുത്തത്. ഇനി ഒരു 7 എണ്ണമാണ് ചെയ്തത്. ഇനി സ്റ്റാപ്ലർ കൊണ്ട് ഞാനൊരു 3 ഫ്ലവറിനെ അത് അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷമാണ് 3 ഫ്ലവറിനെ ഞാൻ സ്റ്റാപ്ലർ ചെയ്യുകയാണ്. ആദ്യമേ ഒരു 2 ഫ്ലവറിൻ്റെ 2 ഇതളുകൾ ഇത് കാണിക്കുന്ന കണക്ക് ചേർത്ത് വെച്ച് സ്റ്റാപ്ലർ ചെയ്യും. അതുപോലെ തന്നെ 3 എണ്ണം ഒരുമിച്ചിരിക്കത്തക്ക. ഇതിപ്പോൾ 7 എണ്ണം സ്റ്റാപ്ലർ ചെയ്ത് 3 ഫ്ലവർ ചെയ്തിട്ട് സെൻറ്ററിൽ ഒരു ഫ്ലവറും അത് കഴിഞ്ഞിട്ട് 3 ഫ്ലവറും. അപ്പോൾ ഒരു അറേഞ്ച്മെൻറ്റോടുകൂടി സ്റ്റാപ്ലർ ചെയ്ത് കഴിയുമ്പോൾ നല്ല എടുത്ത് പൊക്കിയാൽ ഉയർന്നാലും അങ്ങനെ പെട്ടെന്ന് അത് വീഴത്തതൊന്നുമില്ല, ടൈറ്റായിട്ട് തന്നെ ഇരിക്കും. അതിനുള്ള ലീഫും കട്ട് ചെയ്ത് ഇനി അതിൻ്റെ അടിയിൽ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ ഗ്ലിറ്റേർഡിൻ്റെ ഫോം ഷീറ്റ് 2 സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് അതിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ ടോപ്പിൽ നമുക്കത് തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഹാൻഡിൽ മോഡലിൽ അതും നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ബോട്ടിലിൻ്റെ തന്നെയാണ്, പ്ലാസ്റ്റിക്കിൻ്റെ തന്നെയാണ്. 2ആയിട്ട് മടക്കി എല്ലാം സ്റ്റാപ്ലർ ചെയ്താണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഫെവിക്കോളോ ഫെവി ബോണ്ടോ ആകുമ്പോഴത്തേക്ക് ആ ഒരു കളറിൻ്റെ വ്യത്യാസം നമ്മൾ ഈ വൈറ്റ് കൂടെ അറിയാൻ പറ്റും. അപ്പോൾ സ്റ്റാപ്ലർ ആകുമ്പോൾ കുറച്ചും കൂടി സേഫും പെട്ടെന്ന് നമുക്ക് ചെയ്യാനും പറ്റും. ഇനി ആ ഒരു സെൻറ്ററിൽ ഞാൻ മുത്തുകൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് മനോഹരമായിട്ടുള്ളൊരു മോഡൽ നമുക്ക് ആക്കിയെടുക്കാം. പല ഷേപ്പിൽ നമുക്ക് വേണമെങ്കിൽ ലവ് ചിഹ്നത്തിൽ വേണമെങ്കിലും അത് ഷേപ്പ് ആക്കിയെടുക്കാം. ഏത് മോഡൽ വേണമെങ്കിലും നമുക്കിങ്ങനെ ആക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ മനോഹരമായിട്ടുള്ള വോൾ ഡെക്കറുകൾ ഒരുപാടെണ്ണം നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഗ്രീൻ ബോട്ടിൽസിലും ചെയ്യാം. ഇതിപ്പോൾ വൈറ്റ് ആയതുകൊണ്ട് അങ്ങനെ കളർഫുൾ മറ്റുള്ള കളർ ഇട്ട് നമുക്ക് കളർഫുൾ ആക്കി വേണമെങ്കിൽ എടുക്കാം. ഇതുപോലെ മനോഹരമായിട്ടുള്ള വോൾ ഡെക്കറുകൾ ഒരുപാട് നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ബോട്ടിൽസിൽ നിന്നും മനോഹരമായിട്ടുള്ള വോൾ ഡെക്കർ ആക്കി എടുക്കാൻ പറ്റും.